ഈ വർഷാവസാനം ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ബീഹാർ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ JDUവും BJPയും ചേർന്നുള്ള NDA സഖ്യവും RJDയും കോൺഗ്രസും ചേർന്നുള്ള ഇന്ത്യ മുന്നണിയും ഇവർ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. ഈ ഇന്ത്യ മുന്നണിയിൽ നമ്മുടെ CPMനും CPIക്കും ഇടമുണ്ട്. ബീഹാറിൽ അവർക്കും ഏതാനും സീറ്റുകൾ ജയിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് CPIM ബീഹാറിൽ 8 സീറ്റുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്താണ് ഈ 8 സീറ്റുകൾ ആവശ്യപ്പെടാൻ കാരണം? കാരണം അവർ കഴിഞ്ഞ തവണ 4 സീറ്റുകൾ മത്സരിക്കുകയും 2 സീറ്റുകൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ എല്ലാ പാർട്ടികളും ഇപ്പോൾ 10 സീറ്റിൽ മത്സരിക്കുകയാണെങ്കിൽ അടുത്ത തവണ ഒരു 20 സീറ്റിലേക്ക് തങ്ങളുടെ മത്സരം മാറ്റണമെന്ന ചോദിക്കുന്നത് സ്വാഭാവികമാണ്. ആ രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷേ അങ്ങനെ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സീറ്റുകൾ നഷ്ടപ്പെടാൻ പോകുന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് ആണ്. കാരണം ഈ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്. അതിനു വേണ്ടിയുള്ള കുത്തിത്തിരിപ്പും ജാതി ചോദിക്കുന്ന പരിപാടിയും അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറി വിളിക്കുകയും കുതന്ത്രങ്ങളെല്ലാം പയറ്റുന്നത്. മഹാരാഷ്ട്രയിൽ ഞങ്ങൾ പരാജയപ്പെട്ടത് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്രിമം കൊണ്ടാണ്. ഡൽഹിയിൽ പരാജയപ്പെട്ടത് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഞങ്ങളുടെ അഴിമതി കൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് തുറന്നു സമ്മതിക്കാനുള്ള മനസ്സെങ്കിലും രാഹുൽ കാണിക്കണമായിരുന്നു. കാരണം ഈ നമുക്കറിയാമല്ലോ, തുടർച്ചയായി തന്നെ അവിടെ കോൺഗ്രസ് ആയിരുന്നു ഡൽഹിയിൽ അധികാരത്തിരുന്നത്. പിന്നീട് അഴിമതിയുടെ ഒരു കൂമ്പാരം തന്നെ വരുന്നു. അവിടെ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്കും പൊതുയിടത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു. അങ്ങനെയെല്ലാം ജനം മടുത്തിട്ടാണ് ഈ കോൺഗ്രസ് പാർട്ടിയെ ഈ ഡൽഹിയിൽ നിന്ന് തന്നെ പുറത്താക്കിയത്. അതുപോലെ തന്നെയാണ് മഹാരാഷ്ട്രയിലും. പിന്നീട് നാം ഹരിയാനയിൽ കണ്ടത് അവിടെ വിജയസാധ്യത ഉണ്ടായതും ഈ കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രിമാരുടെ ഒരു തള്ളിക്കയറ്റമാണ്. പരസ്പരം തമ്മിലടിയും ആർക്കാവണം മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് ഈ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള തർക്കം അവിടെ വളരെ രൂക്ഷമായിരുന്നു. അതിനു പിന്നാലെയാണ് ഹരിയാനയിലും പരാജയപ്പെട്ടത്. ഹരിയാനയിൽ പരാജയപ്പെട്ട് തുടർച്ചയായ പരാജയങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CPM അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പാർട്ടികളുമാണ് അവിടെ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ കഴിഞ്ഞ തവണ 16 സീറ്റിൽ മത്സരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ പല സീറ്റുകൾക്ക് അവർ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ CPML പുതിയൊരു പാർട്ടി ഉണ്ടല്ലോ, അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തന്നെ അവിടെ വിജയിക്കാൻ കഴിഞ്ഞു. CPMന് 2 സീറ്റ്, CPIക്ക് അവിടെ സീറ്റ് ഉണ്ടായിരുന്നു, ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇടതു പാർട്ടികൾ എല്ലാവരും അവിടെ അക്കൗണ്ട് തുറക്കും. പക്ഷെ അതെല്ലാം ഈ RJDയുടെ തണലിൽ കിട്ടുന്നതല്ലേ, ഇവരുടെ മാത്രം കഴിവുകൊണ്ട് കിട്ടുന്നതാണോ? മാത്രമല്ല മറ്റൊരു പ്രസക്തമായൊരു വിഷയം കൂടി അവിടെ ഉണ്ട്. ഈ ബീഹാറിൽ ചില പ്രദേശങ്ങളിലെങ്കിലും ഈ നക്സൽ ബാധിതമാണ്. അവിടെ ഈ നക്സലൈറ്റുകളുടെ ഒരു പ്രവർത്തനമുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെയാണ് ഈ ഇടതുപക്ഷത്തിന് സ്വാധീനം കിട്ടുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, നക്സലിസം ഏതാണ്ട് ഒരു 90% കൂടുതൽ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി അതുകൊണ്ട് തന്നെ ഈ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഇവർക്ക് പിന്തുണ കിട്ടുമോ? ആ ഒരു ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. അല്ല, ആ പാർട്ടി കൃത്യമായ അടിത്തറ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഐസ ഉൾപ്പെടെ അവരുടെ യുവജന സംഘടനയാണല്ലോ ഐസ ഉൾപ്പെടെയുള്ളവർ പുതിയ തലമുറ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാനുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട്. നാം എന്തെല്ലാം പറഞ്ഞാലും ഈ ഉത്തരേന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഒരു കാലത്ത് സ്വാധീനം ഉണ്ടായിരുന്നു. ആ സ്വാധീനം പണ്ട് അനുഭവിച്ചിരുന്നതും വർദ്ധിപ്പിച്ചു ഇരുന്നതും CPMും CPI നേതാക്കളാണ്. CPI എല്ലാം പൂർണ്ണമായി തന്നെ തകർന്നപ്പോൾ ആ സ്പേസിലേക്ക് വളരാൻ ഈ CPMന് കഴിഞ്ഞു, CPIMൽ കഴിഞ്ഞു എന്നതേ ഉള്ളൂ. അല്ലാതെ അവർക്ക് വലിയ രീതിയിൽ BJP കവച്ചു വയ്ക്കുന്ന രീതിയിൽ വളരാൻ കഴിഞ്ഞില്ലെങ്കിലും മുൻപുണ്ടായിരുന്ന ഇടതുപക്ഷ പാർട്ടികൾക്കുണ്ടായിരുന്ന ആ സ്വാധീന മേഖലയിലേക്ക് വളരാൻ കഴിഞ്ഞു എന്നത് കൃത്യമാണ്. അവർ ഈ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആദ്യമായൊരു MPയെ ലഭിക്കുന്നു, ബീഹാറിൽ MPയെ ലഭിച്ചു. അതോടൊപ്പം തന്നെ ചേട്ടൻ ആദ്യമായി സൂചിപ്പിച്ചല്ലോ, ഈ RJDയുടെ തണലിലല്ലേ ഇടതു പാർട്ടികൾ വളർന്നത്. ആ ചോദ്യം തന്നെ തിരിച്ചു ചോദിക്കുന്നു. ആ തണൽ ഉണ്ടായിരുന്നിട്ടും കോൺഗ്രസിന് എന്തുകൊണ്ട് അവിടെ പരാജയപ്പെടാനുള്ള അവസ്ഥ ഉണ്ടായി? കാരണം അവർ അടികൂടിയാണ് 70 സീറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാങ്ങുന്നത്. ജയിച്ചതോ 16 സീറ്റ് മാത്രം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? തേജസ്വി യാദവ് വർഷങ്ങളായി തന്നെ തനിക്ക് മുഖ്യമന്ത്രി ആകണമെന്ന സ്വപ്നവുമായാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് ഇറങ്ങിയത്. അദ്ദേഹം നിരന്തരം ഒരു വേദിയിൽ നിന്ന് അടുത്ത വേദിയിലേക്ക് പോവുകയാണ്. ഈ വേദിയിലേക്ക് യുവാക്കളുടെ വലിയ തള്ളിക്കയറ്റം ഉണ്ടാകുന്നു. അപ്പോൾ പല സർവേ ഫലങ്ങളും വന്നത് ഇദ്ദേഹത്തിന് അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്നായിരുന്നു. പക്ഷെ അതിന് തടയിട്ടതാരായിരുന്നു? ഈ കോൺഗ്രസ് ആണ്. ഈ കോൺഗ്രസ് ഒരു 10 സീറ്റ് കൂടുതൽ വിജയിച്ചിരുന്നെങ്കിൽ നിതീഷ് കുമാർ അവിടെ നിന്ന് പുറത്തായേനെ.
പക്ഷേ ആ തേജസ്വി യാദവിനെ പോലും പരാജയപ്പെടുത്തുന്ന രീതിയിലേക്ക് തേജസ്വി യാദവിന്റെ സ്വപ്നങ്ങൾ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇടത് പാർട്ടികൾ ഇത്തവണ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് നൽകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെയും സീറ്റ് നഷ്ടപ്പെടുന്നത് ഈ കോൺഗ്രസിനായിരിക്കും. ഈ കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ നിന്ന് തന്നെ എല്ലാ പാർട്ടികൾക്കും ശല്യമായി കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരെ കൂട്ടുന്നവരെ കൂടി പരാജയപ്പെടുക. ഘടകകക്ഷികളെല്ലാം കോൺഗ്രസിനെ എതിർക്കുന്ന കാഴ്ചയാണ്. അത് ബംഗാളിലെ തൃണമൂൽ, മമത നേതൃത്വം നൽകുന്ന തൃണമൂലായാലും, ഇവിടെ ഇപ്പോൾ ബീഹാറിൽ തേജസ്വി യാദവിൻ്റെ അല്ലെങ്കിൽ ലാലുവിൻ്റെ RJD ആയാലും, UP-യിൽ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി സമാജ്വാദി പാർട്ടി ആയാലും ഒക്കെ കോൺഗ്രസിനെ പതുക്കെ ഒതുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തമിഴ്നാട്ടിലേക്ക് അത് ഏതാണ്ട് സമ്പൂർണ്ണമായി. കാരണം DMK-യുടെ MK സ്റ്റാലിൻ പറയുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് അവിടെ ഒരു ചുവട് വെക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. കാരണം കേരളത്തിൽ തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്ന വലിയ രീതിയിൽ ഉത്തരേന്ത്യയിലെല്ലാം രാഹുൽ ഗാന്ധി ഇളക്കി മറിക്കുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ അവിടെ പല ഉപതെരഞ്ഞെടുപ്പുകളും ഉണ്ടായപ്പോൾ ഈ കോൺഗ്രസുമായി ചർച്ച നടത്താൻ പോലും അഖിലേഷ് യാദവ് തയ്യാറായി. അദ്ദേഹം ഒരേ ദിവസം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കമ്മിറ്റി കൂടി അങ്ങ് തീരുമാനിക്കുകയാണ്, പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. ഈ കോൺഗ്രസിനെ അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഈ കോൺഗ്രസ് പറയും ഞങ്ങൾക്ക് അവിടെ സീറ്റ് വേണമെന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ അപ്പുറത്ത് അഖിലേഷ് യാദവ് SP-യുടെ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കും. പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങും. അപ്പോഴാണ് ഇവർ തിരിച്ചറിയുന്നത് അവിടെ പ്രചരണം ആരംഭിച്ചിട്ടുള്ള രീതിയിലേക്ക്. അങ്ങനെ ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പാർട്ടിക്ക് ഒരു വിലയും ഇല്ലാതെ മാറിയിരിക്കുന്നു. അതിനെല്ലാം കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ ചില നിലപാടുകളാണ്. അദ്ദേഹം ബീഹാറിലും പോയി ആ രീതിയിലേക്ക് വെറും കോമാളിയായി മാറിയിരിക്കുകയാണ്. തേജസ്വി യാദവ് ആയിരിക്കും അവിടെ തീരുമാനിക്കുന്നത്. പക്ഷേ എന്തായാലും ബീഹാർ കാത്തിരിക്കുന്നത് ഒരു ഏകപക്ഷീയമായ ഒരു മത്സരമായിരിക്കും. ആ ബീഹാറിൽ ഇപ്പോൾ ഈ തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ അവിടെ പ്രചരണത്തിൽ വലിയ രീതിയിൽ മുന്നേറാൻ ഈ BJP ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്തിരിക്കുന്നത് ബീഹാറുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? അവിടെ തെരഞ്ഞെടുപ്പ് വരികയാണ്, അവിടെ തങ്ങളുടെ സംഘടനയെ ശക്തിപ്പെടുത്തണം, ആ ഭരണം നിലനിർത്തണം എന്ന ഒറ്റ ചിന്തയേ ഉള്ളൂ. ആ രീതിയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. അത് കഴിയാത്തത് കൊണ്ടാണ് ഈ കോൺഗ്രസിന്റെ പരാജയം സംഭവിക്കുന്നത്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ എന്തായാലും രാഹുൽ ഗാന്ധി തയ്യാറായില്ല. ഇനി തുടർച്ചയായ പരാജയമുണ്ടായി രാഹുൽ ഗാന്ധി മാറി പുതിയ തലമുറ നേതാക്കളെ അവിടെ കൊണ്ടുവരാനുള്ള ശ്രമം പോലും രാഹുൽ ഗാന്ധി നടത്താതെ ഉള്ളവരെ പുകച്ച് പുറത്ത് ചാടിക്കുക. കാരണം ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാമല്ലോ, അവിടെ ദേശീയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സ്വീകാര്യത ലഭിച്ച ഒരു നേതാവായിരുന്നു ശശി തരൂർ. അങ്ങനെ സ്വീകാര്യത ലഭിച്ച നേതാവിനെ കൂടുതൽ വളർത്തിക്കൊണ്ടുവരാനല്ലേ എല്ലാ പാർട്ടികളും ശ്രമിക്കുക. പക്ഷെ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ നിരന്തര പരാമർശങ്ങൾ നടത്തുക. ഈ വക്താക്കൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനെതിരെ പറയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് വിലക്കാമായിരുന്നില്ല. അതിനുപോലും അദ്ദേഹം തയ്യാറാകുന്നില്ല. ഇത്തരം നേതാക്കളെ പൂർണ്ണമായും തന്നെ ഒതുക്കുന്നത് കൊണ്ടാണ് ഈ പാർട്ടി തകർച്ചയിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ടല്ലോ, ഈ മുൻകാലങ്ങളിലെല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ദേശീയ നേതാക്കളെക്കാൾ സ്വാധീനമുള്ള പ്രാദേശിക നേതാക്കൾ ഉണ്ടായിരുന്നു. കേരളം നോക്കുകയാണെങ്കിൽ കരുണാകരനും തമിഴ്നാട്ടിൽ കാമരാജും അടക്കമുള്ള പല നേതാക്കളും ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിലാണ്. ആ സംസ്ഥാനങ്ങളിൽ അത്തരം നേതാക്കൾ ഇല്ലാതാകുന്നത് കൊണ്ടാണ് അത്തരം നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാതെ എല്ലാ കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കും. അങ്ങ് ഡൽഹിയിൽ നിന്നും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി തീരുമാനിക്കുമെന്ന ചിന്ത വന്നപ്പോഴാണ് ഈ പാർട്ടി തകർന്നു തുടങ്ങിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.